हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സരിത ശർമ്മ രചിച്ച ഭേട്ടി എന്ന് പറയുന്ന കവിതയാണ് നാം ഇന്ന് എടുക്കാൻ പോകുന്നത്. സരിത ശർമ്മ സമകാलीन हिंदी साहित्य के जाने माने कवयित्री है. അവരുടെ മകൾ എന്ന് പറയുന്ന ഈ കവിത പെൺഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു കവിതയാണ്. സമകാലിക പ്രശസ്തിയുള്ള ഒരു കവിതയാണ്. പെൺഭ്രൂണം തൻ്റെ അച്ഛനോടും അമ്മയോടും ഈ ലോകത്തോടും അപേക്ഷിക്കുകയാണ് ജനിക്കുന്നതിന് മുന്നേ കൊല്ലരുതെന്ന്. അവർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്, ജനിക്കാനുള്ള അവകാശമുണ്ട്. ഉത്തരേന്ത്യയിലും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഭ്രൂണത്തെ ഇല്ലാതാക്കുക. പെണ്ണാണെന്നറിഞ്ഞാൽ അവരെ കൊല്ലുക. സ്ത്രീകളോടുള്ള ചൂഷണം, അതിക്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലകളിലും പല സന്ദർഭങ്ങളിലും. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. चलते हैं कविता की ओर. बेटी. कन्या भ्रूण हत्या के संदर्भ में. मैया जन्म से पहले मत मार, बाबुल जन्म से पहले मत मार. चाहे मुझको प्यार न देना, चाहे तनिक दुलार न देना. कर पाओ तो इतना करना, जन्म से पहले मार न देना. मैं बेटी हूँ, मुझको भी है जीने के अधिकार. मेरा दोष बताओ मुझको, क्यों बेबा सताओ मुझको. मैं भी अंश तुम्हारा ही हूँ, तजकर फेंक न जाओ मुझको. जीने का जो हक दे दो तुम, देख लूँ ये संसार. थोड़ी नज़र बदल कर देखो, संग समय के चल कर देखो. बेटी से भी नाम चलेगा, ठहरो ज़रा संभल कर देखो. चौथेपन की लाठी बनकर दूंगी दृढ़ आधार. मैं जब आंगन में ढोलूँगी, मिस्री सी बोली बोलूँगी. सेवा करुणा त्याग तपस्या के नूतन द्वारे खोलूँगी. दोनों कुल के मन की खातिर तन मन दूंगी वार. പ്രകാരമാണ് കവിത. ഇതൊരു ഹൃദയസ്പർശിയായ കവിതയാണ്. चलते हैं कविता की भावार्थी की ओर. मैया जन्म से पहले मत मार, बाबुल जन्म से पहले मत मार. यहाँ मैया का मतलब है मादा, माँ, और बाबुल का मतलब है पिता. माताजी से और पिताजी से कन्या भ्रूण कहते हैं कि मुझे मत मारना जन्म से पहले. ജനിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്നെ കൊല്ലരുതെന്ന് അച്ഛനോടും അമ്മയോടും പറയുകയാണ്. അമ്മ, ജനിക്കുന്നതിന് മുന്നേ എന്നെ കൊല്ലരുത്. അച്ഛാ, ജനിക്കുന്നതിന് മുന്നേ എന്നെ കൊല്ലരുത്. ചാഹെ മുझको പ്യാർ ന ദേന, ചാഹെ തനിക്ക് ദുലാർ ന ദേന. നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കണ്ട. അതുപോലെ തന്നെ എന്നെ ലാളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ലാളിക്കണ്ട. ദുലാർ, ലാളിക്കുക അല്ലെങ്കിൽ സ്നേഹപൂർവ്വം പെരുമാറുക. കർ പാവത്തോ ഇത്തനാ കർണ ജനം സെ പെഹ്ലെ മാർ ന ദേന. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നെ ജനിക്കുന്നതിന് മുന്നേ കൊല്ലരുത്. അതെങ്കിലും എന്നോട് ചെയ്യണം. जन्म से पहले मुझे मत मारना. मैं बेटी हूँ, मुझको भी है जीने का अधिकार. ഞാൻ മകളാണ്, എനിക്കുമുണ്ട് ജീവിക്കാനുള്ള അധികാരം. मैं बेटी हूँ, मुझे भी है जीने का अधिकार. भ्रूण कहती है. मेरा दोष बताओ मुझको, क्यों बेबात बताओ मुझको. मैं भी अंश तुम्हारा ही हूँ. എൻ്റെ ദോഷം, എൻ്റെ കുറ്റം എന്താണ്? അതെന്നോട് പറയൂ. ഭ്രൂണം പറയുകയാണ്. ക്യോം ബേബാ സത്താവോ മുझको,
ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ബേബാത്ത്, ഒരു കാര്യവുമില്ലാതെ സത്താന വേദനിപ്പിക്കുക. മേ ബി അംശ തുമാരാ ഹി ഹോ, ഞാൻ നിങ്ങളുടെ അംശം തന്നെയാണ്, നിങ്ങളുടെ ജീവൻ്റെ ഭാഗമാണ്. അച്ഛൻ്റെ അമ്മൻ്റെയും ജീവൻ്റെ ഭാഗമാണ്, അവരുടെ രക്തമാണ്. തജക്കർ ഫേങ്കന ജാവോ മുജുക്കോ, എന്നെ ത്യാഗം ചെയ്ത് എന്നെ വലിച്ചെറിയരുത്. ജീനേക്ക ജോ ഹക്ക് ദേദോ തും ദേഖ്ലൂ യേ സംസാർ, ജീവിക്കാനുള്ള അധികാരം നിങ്ങൾ തരൂ, ജനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, ഈ ലോകം എനിക്കും കാണണം. സംസാർ എന്ന് പറഞ്ഞാൽ ലോകമാണ്. मुझे भी ये दुनिया देखना है, मुझे जीने का अधिकार है, हक है, मुझे जन्म दे दो. പണ്ട് കാലത്ത് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഭ്രൂണത്തെ ഇല്ലാതാക്കിയിരുന്നു, ഡോക്ടേഴ്സിനും മറ്റും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട്. അതൊക്കെ കുറ്റകരമായ കാര്യമാണ്. സ്കാനിങ്ങിലൂടെ മറ്റും ആണാണോ പെണ്ണാണോ നോക്കിയിട്ട് അവരെ ഇല്ലാതാക്കുന്ന രീതി ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളോടുള്ള അതിക്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ തരുന്ന വരദാനമാണെന്ന് ചിന്തിക്കാതെ മകൾ മകൻ വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു. ബാക്കി ഭാഗം പഠിക്കാം. थोड़ी नज़र बदल कर देखो, संग समय के चल कर देखो. यहाँ ഭ്രൂൺ कहती है कि अपना नज़र बदलो, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ സമയമായി, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ. പണ്ട് കാലത്തെ അന്ധവിശ്വാസവും ഒക്കെ മാറ്റാൻ സമയമായി എന്നാണ് ഇവിടെ ഭ്രൂണം പറയുന്നത്. നസർ ഹമാരാ ദൃഷ്ടി, ബദൽ കർ ദേക്കോ, संग समय के साथ चल कर देखो. यहाँ संग का मतलब है साथ, समय के साथ. बेटी से भी नाम चलेगा, ठहरो ज़रा संभाल कर देखो, चौथेपन की लाठी बनकर दूंगी दृढ़ आधार. എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വീടിനൊരു ഉപകാരവുമില്ല, വീട്ടിലെ ജോലി ചെയ്യാൻ ഉള്ളതാണ്, സ്റ്റാറ്റസൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഏതൊരു വീട് എടുത്തു നോക്കിയാലും അവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് മകളാണ്. സ്ത്രീകൾ എത്തിപ്പെടാത്ത ഒരു മേഖലയും ഇന്നില്ല. അപ്പോൾ ഇവിടെ ഭ്രൂണം പറയുകയാണ്, ബേട്ടി സേ ബി നാം ചലേക, നിങ്ങൾക്ക് പ്രശസ്തിയും പേരുമൊക്കെ മകളിലൂടെയും ഉണ്ടാകും. മകനിലൂടെ മാത്രമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വംശം അഭിമാനം എല്ലാം വർദ്ധിക്കും. ടെഹ്റോ സറ സംഭൽക്കർ ദേക്കോ, ഒന്ന് ജനിക്കാൻ വിടൂ, എന്നിട്ട് പറയൂ. ചൗത്തേപ്പൻ കി ലാട്ടി ബൻകർ ധൂങ്കി ദൃഢ ആധാർ. ഇവിടെ ചൗത്തേപ്പൻ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമാണ്, ലാട്ടി എന്ന് പറഞ്ഞാൽ വടി. അതായത് മാതാപിതാക്കളുടെ വാർദ്ധക്യ സമയത്ത് ഒരു താങ്ങായിട്ടാണ് പെൺകുട്ടികളുണ്ടാവുക. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ എല്ലാ രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഭ്രൂണം കെഞ്ചുകയാണ്, എന്നെ ജനിക്കാൻ വിടണം, നിങ്ങൾക്ക് താങ്ങായിട്ട് ഞാനുണ്ടാവും, നിങ്ങളുടെ വംശം അഭിമാനം എല്ലാം വർദ്ധിപ്പിക്കും. ധൂങ്കി ദൃഢ ആധാർ, എല്ലാത്തിനും അടിസ്ഥാനമാകും, ദൃഢമായ അടിസ്ഥാനം ഞാൻ ഉണ്ടാക്കിയെടുക്കും. मैं जब आंगन में डोलूँगी मिस्री सी बोली बोलूँगी. ഞാൻ മുറ്റത്ത് നിങ്ങളെ മുന്നിൽ വെച്ച് ഡോലൂങ്കി ആടുക, മുറ്റത്ത് കളിക്കുക, ഊഞ്ഞാലാടി, അതുപോലെ തന്നെ കളിച്ച് ചിരിച്ച് മിസ്രി സി ബോലി ബോലൂങ്കി, മധുരമായ സംസാരങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കും. अगर जीने का अधिकार तुम देंगे तो आप लोगों को अच्छी तरह आप लोगों से अच्छी तरह बातें करूँगी, ढोलूँगी, खेलूँगी, हंसाऊँगी, खुशी पैदा करूँगी. सेवा करुणा त्याग तपस्या के नूतन द्वारे खोलूँगी. അതുപോലെ തന്നെ സേവ,
സേവനം, കരുണ, ത്യാഗം, തപസ്യ, ഇതിൻ്റെയൊക്കെ പുതിയ ദ്വാരേ കോലൂങ്കി, ഇതിൻ്റെയൊക്കെ വാതിലുകൾ തുറക്കപ്പെടും ആകെ നിങ്ങളെന്നെ ജനിക്കാൻ വിടുകയാണെങ്കിൽ. അതൊക്കെ സ്ത്രീയുടെ പരിണാമങ്ങളാണ്. സേവയും കരുണയും ത്യാഗവും തപസ്യയൊക്കെ സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന സ്വഭാവ സവിശേഷതകളാണ്. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, എല്ലാമാണ്, ദേവിയാണ്, വീടിൻ്റെ വിളക്കാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മിക്ക ആളുകളിലുമുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. സ്ത്രീകൾ ഉണ്ടായാൽ നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്നതൊക്കെ. അതൊക്കെ മാറ്റാനുള്ള സമയമായെന്ന് ഇവിടെ ഭ്രൂണം പറയുകയാണ്. ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യാത്ത മേഖലകളില്ല. ധോനോ കുൽക്കെ മഹാൻ കി കാത്തിർ തൻ മൻ ദൂങ്കി വാർ. പുതിയ ജീവിതം നിങ്ങൾക്ക് ഞാൻ തരും, രണ്ട് കുടുംബത്തിൻ്റെയും മഹിമ ഉയർത്താൻ ഞാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഞാൻ എന്നെ തന്നെ ത്യാഗം ചെയ്തിട്ട് ധോനോ കുൽക്കെ, രണ്ട് കുലവും, അതായത് വിവാഹം ചെയ്തു പോകുന്ന വീടും അതുപോലെ തന്നെ ജനിച്ചു വളർന്ന വീട്ടിലെയും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതം ഞാൻ ത്യാഗം ചെയ്യും. അവരുടെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും എന്നാണ് ഇവിടെ പെൺഭ്രൂണം പറയുന്നത്. बेटी के जीवन का करो तुम सम्मान, ईश्वर के इस तोहफे का न करो अपमान. ईश्वर का है ये वरदान, बेटी का जीवन भी है बेटे के ही समान. जीने का हम अधिकार हम सबको है. जन्म लेने के अधिकार से स्त्री वंचित है. बुढ़ापे में सहारा स्त्री बन जाती है, यह हम नहीं सोचते हैं. समाज के मन मर्यादा को बनाए रखने के लिए कुर्बान करने तक स्त्री तैयार है. यहाँ स्त्री की यानी स्त्री भ्रूण की याचना अपनी माँ बाप से केवल नहीं है, इस दुनिया से वो करती हैं. आधुनिक युग की सच्चाई है कन्या भ्रूण हत्या. केवल बेटा नाम रोशन नहीं करता, बेटी भी करती है. समाज में स्त्री पुरुष की समानता का संदेश इस कविता के ज़रिए हमें मिला. भेदभाव नहीं होना चाहिए स्त्री पुरुष में, बेटा बेटी में, दोनों एक है, ईश्वर का वरदान है. कन्या भ्रूण हत्या एक बड़ा गुनाहगार बात है, इसको रोकना चाहिए, अंधविश्वास को छोड़ना चाहिए. आदि बातें हम इस कविता के ज़रिए पढ़ा. പെൺഭ്രൂണ ഹത്യ ഏറ്റവും വലിയ കുറ്റമാണ്. നിയമം ഇതിനെതിരെ ശക്തമായ നിയമം ഉണ്ടാകണം. എല്ലാവരും ബോധവാന്മാരാകണം. ആൺ പെൺ വിവേചനം ഉണ്ടാകാൻ പാടില്ല. ഈശ്വരൻ്റെ വരദാനമാണ് കുട്ടികൾ. ഒരുപാട് പേർക്ക് കുട്ടികളില്ലാതെ വിഷമിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ കവിതയിലൂടെ കവിത്രി നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദം.